ഹലോ നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ 6ാമത്തെ ദിവസമാണ്. 80 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനു മുന്നേ നടന്ന LGS ചോദ്യപേപ്പറുകളാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. മുഴുവനും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ അവയുടെ ആൻസറും PSC ഫൈനൽ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആയിരിക്കും. പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒരു OMR ഷീറ്റ് വെച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈവൻ OMR ഷീറ്റ് ഇല്ലാത്തവരാണെങ്കിൽ കയ്യിൽ എന്ത് ചെയ്യുക, ഒരു പേപ്പർ വെച്ചേക്കുക. പേപ്പറിൽ തന്നെ ആൻസർ മാർക്ക് ചെയ്ത് പോവുക. ഒപ്പം മറ്റൊരു ബുക്കും കൂടെ എടുത്ത് വെച്ചേക്കുക. ആ ബുക്കിൽ എന്ത് ചെയ്യുക, അറിയാത്ത അതായത് തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസൊക്കെ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം എഴുതി നോക്കുക. എഴുതിയതിന് ശേഷം അവയുടെ റിലേറ്റഡ് ഫാക്റ്റൊക്കെ ഞാനിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയുള്ള റിലേറ്റഡ് ഫാക്റ്റ് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് ഉറപ്പായും നമ്മുടെ ആ ഒരു ബുക്കിൽ ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അടുത്ത് റിവൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് പിറ്റേന്നത്തെ ദിവസം നമ്മൾ എക്സാം എഴുതുമ്പോൾ ഈ ഒരു കാര്യം കൂടെ വായിച്ചതിന് ശേഷം അടുത്ത എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. റിപ്പീറ്റ്, റിവിഷൻ, റിവൈസ്, ഇതായിരിക്കണം നമ്മുടെ മോഡെന്ന് പറയുന്നത്. ആ ഒരു മോഡിൽ തന്നെ പരീക്ഷ നമ്മൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി. എന്തായാലും നമുക്ക് പ്രിലിംസ് അടിപൊളിയായിട്ട് വിജയിക്കാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പറ്റി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് രേഖപ്പെടുത്തണം. അധികമൊന്നും പറയുന്നില്ല. നമുക്ക് ആദ്യം നമ്മുടെ ഇന്നത്തെ ഓരോരോ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഈ ചട്ടമ്പി സ്വാമികൾ ജനിച്ചതെന്നാണ് 1753 ഓഗസ്റ്റ് 25. ഓഗസ്റ്റ് 25 1753 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് പന്മന. പന്മനയാണേ സമാധി സ്ഥലം. പന്മന. ജനിച്ചത് 1853 ഓഗസ്റ്റ് 25. അതുപോലെ തന്നെ വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയുള്ളത് പ്രധാനപ്പെട്ടതാണ് പ്രാചീന ഭാഷ. പ്രാചീന മലയാളമാണ്. പ്രാചീന മലയാളം. മോക്ഷപ്രദീപ ഖണ്ഡനം ആദിഭാഷ. മോക്ഷപ്രദീപ ഖണ്ഡനം ആദിഭാഷ. ഇതൊക്കെയാണെന്ത് പ്രധാന കൃതികൾ. മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, പ്രാചീന മലയാളം, ഇവയൊക്കെ എന്താണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. പിന്നെ ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? നവമഞ്ജരിയാണ്. നവമഞ്ജരി. അപ്പോൾ ഇത്രയാണ് ചട്ടമ്പി സ്വാമിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോഴും നോക്കുന്നത്. 1853 ഓഗസ്റ്റ് 15 ജനിച്ചു. അതുപോലെ തന്നെ സമാധിസ്ഥലം പത്മനയാണ്. വേദാധികാര നിരൂപണം പ്രാചീന മലയാളം, പിന്നെയുള്ളത് മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, ഇവയൊക്കെ എന്താണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നവമഞ്ജരിയാണ്. നവമഞ്ജരി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏതു സംസ്ഥാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലനിന്നിരുന്ന എന്നാണ്. നിലനിന്നിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷനാണ്. ഈ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ് 1950 മാർച്ച് 15. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ആദ്യ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ആദ്യ അധ്യക്ഷനാരാണ്? ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ്
ഗുൽസാർലാൽ നന്ദ. ഗുൽസാർലാൽ നന്ദയാണ്. ഗുൽസാരിലാൽ നന്ദയാണ് ആദ്യ ഉപാധ്യക്ഷൻ. ഇനി നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് 1965 ഓക്കെ. നാഷണൽ പ്ലാനിംഗ് കൗൺസിലാണ് നിലവിൽ വന്ന എന്നാണ് 1965. എന്നാൽ NDC നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്ന എന്നാണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്നത് അത് 1952 ഓഗസ്റ്റ് 6. 1952 ഓഗസ്റ്റ് 6-നാണ് നിലവിൽ വന്നത്. ഓക്കെ. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15-ന് നിലവിൽ വന്നു. ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, എന്നാൽ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാർലാൽ നന്ദയാണ്. ഇനി നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് 65 ഓക്കെ 65-നാണ്. എന്നാൽ NDC നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ് 6-നാണ് ഓക്കെ. 1952 ഓഗസ്റ്റ് 6-നാണ് നിലവിൽ വന്നത്. 4ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജാലിയൻ വാലാബാഗ്. ഓക്കെ, ജാലിയൻ വാലാബാഗ് ആണ്. അപ്പോൾ നമ്മളില്ലേ 3ാമത്തെ ചോദ്യം ചെയ്തു നോക്കിയില്ല. സോ നമുക്ക് 3ാമത്തെ ചോദ്യം കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ലക്നൗ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഓക്കെ, ലക്നൗ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. അതുപോലെ തന്നെ അവർ വേറെ കുറച്ച് സ്ഥലത്തു കൂടെ എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നു. ആഗ്ര, പിന്നെ എന്താണ് ഔദ്. ആഗ്ര, ഔദ്, അയോധ്യ. ഓക്കെ, ആഗ്ര, ഔദ്, അയോധ്യയിലൊക്കെ നേതൃത്വം കൊടുത്തത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. അതുപോലെ തന്നെ ബീഹാർ ജഗദീഷ്പൂർ. ബീഹാർ ജഗദീഷ്പൂർ ആരാണ്? കൻവർ സിംഗും. ഓക്കെ, ബീഹാർ ജഗദീഷ്പൂർ ആരാ? ഇവിടെ ആരാണ്? കൻവർ സിംഗ് ആണ്. ഓക്കെ, കൻവർ സിംഗ് എവിടേക്കാണ്? ബീഹാർ ജഗദീഷ്പൂർ ആരാ? ബീഹാർ ജഗദീഷ്പൂർ ആരാ? ഇവിടേക്ക് എന്താ ആരാണ് നേതൃത്വം കൊടുത്തത്? കൻവർ സിംഗ്. കൻവർ സിംഗ് ആണ്. ആരാ? കൻവർ സിംഗ്. ആരാ? കൻവർ സിംഗ്. അപ്പോൾ ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം കൊടുത്തത് എവിടേക്കാണ്? ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ. എവിടേക്കാണ്? ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ എന്നിവിടങ്ങളാണ് ആര്? ബീഗം ഹസ്രത്ത് മഹൽ. നെക്സ്റ്റ് 1857 കലാപത്തിന് ശേഷം 1859 ജോസഫ് നോയൽ പാറ്റേൺ വരച്ച ചിത്രം ഏതാണ്? ജോസഫ് നോയൽ പാറ്റേൺ വരച്ച ചിത്രം അതാണ് ഇൻ മെമ്മോറിയം. ഓക്കെ, ഇൻ മെമ്മോറിയം ആണ്. ഇൻ മെമ്മോറിയം. ജോസഫ് നോയൽ പാറ്റേൺ വരച്ച ചിത്രം ഏതാണ്? ഇൻ മെമ്മോറിയം ആണ്. ഓക്കെ, ഇൻ മെമ്മോറിയം. 1857 കലാപത്തിന് ശേഷം 1859 ജോസഫ് നോയൽ പാറ്റേൺ വരച്ച ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ മെമ്മോറിയം ആണ്. വർഷം 1859 ആണ്. 59-ലാണ് ഈ ഒരു ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ചിത്രം വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ 4ാമത്തെ ചോദ്യം നമ്മൾ ആൻസർ പറഞ്ഞായിരുന്നു. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഇതെവിടെയാണ് നടന്നത്? അമൃത്സർ ആണ് അല്ലേ? അമൃത്സറിലാണ് നടന്നത്. അമൃത്സറിലാണ് നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എവിടെയാണ് നടന്നത്? അമൃത്സർ, പഞ്ചാബ്. ഓക്കെ, അമൃത്സർ പഞ്ചാബിലാണ് ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. പിന്നെ നേതൃത്വം കൊടുത്തത് ആരാണ്? മൈക്കിൾ ഒ ഡയർ ആണ് അല്ലേ? മൈക്കിൾ ഒ ഡയർ ആണ് എന്ത് നേതൃത്വം കൊടുത്തത്. എന്നാൽ ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചൊരു വിപ്ലവകാരിയുണ്ട്, അത് ഉദ്ധം സിംഗ് ആണ്. ഓക്കെ, മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി ആരാണ്? ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് ആണ്. ഓക്കെ, ഉദ്ധം സിംഗ് ആണ്. പിന്നെ ഈ മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് 1940 മാർച്ച് 13-നാണ്. ഓക്കെ, 1940 മാർച്ച് 13-നാണ് ഇത് ഉദ്ധം സിംഗിനെ വധിച്ചത്. ഓക്കെ, ഉദ്ധം സിംഗിനെ വധിച്ചതെന്നാണ് അല്ല, ഉദ്ധം സിംഗ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചതെന്നാണ് 1940 മാർച്ച് 13-നാണ്.
ഓക്കെ. 40 മാർച്ച് 13-നാണ് മൈക്കിൾ ഒഡയറിനെ ആര് വധിച്ചത്? ഉദ്ധം സിംഗ് വധിച്ചത്. പിന്നെ ഒരു ഉദ്ധം സിംഗിന്റെ കഥ പറയുന്ന ഒരു ഹിന്ദി ചിത്രം ഉണ്ടല്ലോ, അതേതാണ്? അത് സർദാർ ഉദ്ധമാണ്. ഓക്കെ, സർദാർ ഉദ്ധം, സർദാർ ഉദ്ധമാണ്, സർദാർ ഉദ്ധം. ഓക്കെ, സർദാർ ഉദ്ധമാണെന്ത്? ഉദ്ധം സിംഗിന്റെ കഥ പറയുന്ന ഹിന്ദി ചിത്രം. ഇനി ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31. ഓക്കെ, 40 ജൂലൈ 31-നാണ് ഉദ്ധം സിംഗിനെ വധിച്ചത്. ഉദ്ധം സിംഗിനെ വധിച്ചതെന്നാണ് 1940 ജൂലൈ 31-നാണ്. 40 ജൂലൈ 31-നാണ്. എന്നാൽ ഉദ്ധം സിംഗ് മൈക്കിൾ ഒഡയറിനെ വധിച്ചത് 40 മാർച്ച് 13. ഓക്കെ, മൈക്കിൾ ഒഡയറിനെ വധിച്ചത് 40 മാർച്ച് 13-നാണ്. എന്നാൽ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 40 ജൂലൈ 31. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം അമൃത്സറാണ്, പഞ്ചാബിലെ അമൃത്സറാണ്. അതിന് നേതൃത്വം നൽകിയത് മൈക്കിൾ ഒഡയറാണ്. എന്നാൽ മൈക്കിൾ ഒഡയറിനെ വധിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ധം സിംഗ് ആണ്. എന്നാൽ ഈ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31. എന്നാൽ ഉദ്ധം സിംഗ് മൈക്കിൾ ഒഡയറിനെ വധിച്ചത് 40 മാർച്ച് 13. 40 മാർച്ച് 13-നാണ്. ഉദ്ധം സിംഗിന്റെ കഥ പറയുന്ന ഹിന്ദി ചിത്രം ഏതാണ്? സർദാർ ഉദ്ധം. സർദാർ ഉദ്ധമാണ് ഉദ്ധം സിംഗിന്റെ കഥ പറയുന്ന ഹിന്ദി ചിത്രം എന്ന് പറയുന്നത്. 5-ാമത്തെ ചോദ്യം, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലേഗ് ബോണസ്. ഓക്കെ, വർഷം എന്നാണ്? അഹമ്മദാബാദ് മിൽ സമരം വർഷം എന്നാണ്? 1918. 6-ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ആണ്. 7-ാമത്തെ ചോദ്യം നോക്കാം. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി ആണ്, വിദ്യാഭൂഷണി. ഓക്കെ, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക സംഘടനയാണ് വിദ്യാഭൂഷണി. ഓക്കെ, വിദ്യാഭൂഷണി. 8-ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ എ ആണ്, 140. ഓക്കെ, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 ആണ്. നെക്സ്റ്റ്, സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രമായ സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, CP ഗോവിന്ദപിള്ള. ഓക്കെ, ആരാണ്? CP ഗോവിന്ദപിള്ള. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ പത്രാധിപർ ആരാണ്? CP ഗോവിന്ദപിള്ള. ഇനി മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം. 10-ാമത്തെ ചോദ്യമാണ്. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചാന്നാർ ലഹള. ഓക്കെ, ചാന്നാർ ലഹള വർഷം എന്നാണ്? 1859. ചാന്നാർ ലഹള 1859. എന്നാൽ ഒന്നാം ചാന്നാർ ലഹള എന്നാണ്? 1822. ഓക്കെ, ഒന്നാം ചാന്നാർ ലഹള 1822, ചാന്നാർ ലഹള 1859. 11-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ആൻസർ ഓപ്ഷൻ സി, തലയ്ക്കൽ ചന്തു. ഓക്കെ, തലയ്ക്കൽ ചന്തു ആണ്. തലയ്ക്കൽ ചന്തു സ്മാരക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനമരം. ഓക്കെ, തലയ്ക്കൽ ചന്തു സ്മാരക സ്ഥിതി ചെയ്യുന്നത് പനമരമാണ്. ഓക്കെ, പനമരം. 12-ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിലും ഒടുക്കേണ്ട പിഴ എത്ര? വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്ര? ആൻസർ
ഓപ്ഷൻ എ ആണ് 250 രൂപ. ഓക്കെ, 250 രൂപയാണ്. 13ാമത്തെ ചോദ്യം, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. 14ാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടങ്ങിയ ദേശസ്നേഹി. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടങ്ങിയ ദേശസ്നേഹി. ആൻസർ ഓപ്ഷൻ എ ആണ് ലാല ലജ്പത് റായ്. ഓക്കെ, ലാല ലജ്പത് റായ് ആണ് സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടങ്ങിയ ദേശസ്നേഹി. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയുക? ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയുക? ആൻസർ ഓപ്ഷൻ ഡി ആണ് രാഷ്ട്രപതി. ഓക്കെ, രാഷ്ട്രപതിയാണ്. 16ാമത്തെ ചോദ്യം, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം. ആൻസർ ഓപ്ഷൻ എ ആണ് ലാഹോർ. ഓക്കെ, ഭഗത് സിംഗ് ചൗക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലാഹോർ ആണ്, ലാഹോർ. ഓക്കെ. 17ാമത്തെ ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി ആണ് 86. ഓക്കെ, 86ാം ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. 18ാമത്തെ ചോദ്യം, താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത്. 19ാമത്തെ ചോദ്യം, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഉദാരവൽക്കരണ നയം, വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി, സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്, ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിന് കോട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ്. ഇപ്പോൾ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പോസ് ചെയ്ത് വെച്ച് ഉത്തരം നോക്കണമെന്നുള്ളവർക്ക് നോക്കാവുന്നതാണേ. ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം ശരിയാണ്. ഓക്കെ, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് ഉദാരവൽക്കരണ നയം, വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി, സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. 20ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? UGC, ICTE, NCERT, ICMR. ആൻസർ ഓപ്ഷൻ ഡി ആണ് മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ, ICMR ആണ്. ഓക്കെ, ICMR. 21ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്. അതേതാണ്? നബാർഡാണല്ലേ. ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് നബാർഡാണ്. ഈ നബാർഡ് രൂപീകരണത്തിന് ശുപാർശ ചെയ്തൊരു കമ്മിറ്റി ഉണ്ട്. അതേതാണ്? ശിവരാമൻ കമ്മിറ്റി. ശിവരാമൻ കമ്മിറ്റിയാണ്. ഓക്കെ, നബാർഡ് രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി.
പിന്നെ നമ്മുടെ നബാർഡ് രൂപീകൃതമായത് PSC മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് 1982 ജൂലൈ 12. 1982 ജൂലൈ 12 എവിടെയാണ്? മുംബൈയാണ് അല്ലേ? മുംബൈയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? നബാർഡാണ്, അതായത് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്. ഈ നബാർഡ് രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12. 1982 ജൂലൈ 12 നബാർഡിൻ്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈയാണ്. ഓക്കെ, നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. 22ാമത്തെ ചോദ്യം, ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഗാട്ട്. ഓക്കെ, ഗാട്ടിൻ്റെ പിൻഗാമിയായിട്ടാണ് എന്ത്? ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് യൂണിയൻ 1995 നിലവിൽ വന്നത്. 23 അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്. ആൻസർ ഓപ്ഷൻ സി ആണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ആൻസർ ഓപ്ഷൻ ബി അമേരിക്ക. ഓക്കെ, ഇന്ത്യയുടെ കയറ്റുമതി കൂടുതൽ ഏത് രാജ്യത്തേക്കാണ്? അമേരിക്ക. 25ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഓപ്ഷൻ ബി ആണ് ഡെറാഡൂൺ. ഓക്കെ, ഡെറാഡൂണാണ് ആസ്ഥാനം. അതുപോലെ ഈ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നതെന്നാണ് 1767. 1767 ഇത് സർവേ ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. ഓക്കെ, സർവേ ഓഫ് ഇന്ത്യ രൂപീകൃതമായതെന്നാണ് 1767. 1767. 26ാമത്തെ ചോദ്യം, പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി ആണ് പർവ്വത മിതോഷ്ണ ചോലവനങ്ങൾ. പർവ്വത മിതോഷ്ണ ചോലവനങ്ങളാണ്. 27 ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം. ഓപ്ഷൻ ഡി ആണ് കുറിഞ്ഞിമല. ഓക്കെ, കുറിഞ്ഞിമലയാണ്. പിന്നെ നമ്മുടെ ഈ ആനമുടി ചോലയുണ്ടല്ലോ, ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആനമുടി ചോല സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആനമുടി ചോലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടം അതേതാണ്? തൂവാനമാണേ, തൂവാനം. ആനമുടി ചോലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത്, തൂവാനം. അതുപോലെ തന്നെ ആനമുടി ചോല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദേവികുളം താലൂക്കാണേ. ആനമുടി ചോല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദേവികുളം താലൂക്ക്. ആനമുടി ചോലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് ഇത്, തൂവാനമാണ്. 28 ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം. ആൻസർ ഓപ്ഷൻ ബി ആണ് മേടം 1. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസമാണ് മേടം 1. 29 നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ആൻസർ ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. ആൻസർ ഓപ്ഷൻ സി മുംബൈ. ഓക്കെ, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈയാണ്. ഓക്കെ, മുംബൈയാണ്. 31 കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്.
കേരളത്തിലെ ഇടത്തരം നദികൾ പെടാത്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കല്ലടയാർ. ഓക്കെ, കല്ലടയാറാണ് ഇടത്തരം നദികൾ പെടാത്തത്. ഇടത്തരം നദികളാണ് പമ്പ, ചാലിയാർ, പെരിയാർ. ഓക്കെ, പെരിയാറിൻ്റെ നീളം എത്രയാണ്? 244 244 പെരിയാറിൻ്റെ നീളം, 244 കിലോമീറ്റർ. പമ്പയാണേലോ 176 കിലോമീറ്റർ. ഓക്കെ, പമ്പയുടെ നീളം എത്രയാണ്? 176 കിലോമീറ്ററാണ്. ചാലിയാറാണെങ്കിൽ 169 കിലോമീറ്റർ. ഓക്കെ, ചാലിയാറാണെങ്കിൽ എത്രയാണ്? 169 കിലോമീറ്റർ. അപ്പോൾ പമ്പയുടെ നീളം 176 കിലോമീറ്റർ, ചാലിയാർ 169 കിലോമീറ്റർ, പെരിയാർ 244 കിലോമീറ്റർ. ഇനി മലനാടില്ലാത്ത ജില്ല ഏതാണ്? മലനാടില്ലാത്ത ജില്ല 32. മലനാടില്ലാത്ത ജില്ല. ആൻസർ ഓപ്ഷൻ സി ആണ് ആലപ്പുഴ. ഓക്കെ, മലനാടില്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴ. 33 പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം. ആൻസർ ഓപ്ഷൻ എ ആണ് 2235 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. 34 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ആൻസർ ഓപ്ഷൻ ഡി ആണ് NH 544. ഓക്കെ, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. ഓക്കെ, NH 544 ആണ്. 35ാമത്തെ ചോദ്യം, ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ സി ആണ് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, അഫ്ഗാനിസ്ഥാനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ദൂരം കരാതിർത്തി പങ്കിടുന്നതാണേലോ ബംഗ്ലാദേശാണ്. ഓക്കെ, ബംഗ്ലാദേശാണ്. ഏറ്റവും കൂടുതൽ ദൂരമാണെങ്കിൽ ബംഗ്ലാദേശും കുറഞ്ഞ ദൂരമാണെങ്കിൽ അഫ്ഗാനിസ്ഥാനുമാണ്. 36ാമത്തെ ചോദ്യം, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ മഴ, ശക്തമായ മഴ. ആൻസർ ഓപ്ഷൻ ബി കാൽ ബൈശാഖി. ഓക്കെ, കാൽ ബൈശാഖിയാണ് ആൻസർ. 37 ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഓപ്ഷൻ സി പൂക്കോട് തടാകം. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം. 38 മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം. ആൻസർ ഓപ്ഷൻ എ ആണ് ജസ്പ. ഓക്കെ, ജസ്പയാണ്. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹമാണ് ജസ്പ. ഓക്കെ, ജസ്പയാണ് ആൻസറായിട്ട് വരുന്നത്. 39ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. ഓക്കെ, ഇതല്ല. ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? VE അബ്ദുൾ ഗഫൂർ ആണല്ലേ. VE അബ്ദുൾ ഗഫൂർ ആണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഹാർബർ, എൻജിനീയറിംഗ്, സോഷ്യൽ ജസ്റ്റിസ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഹാർബർ, എൻജിനീയറിംഗ്, സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, ഹാർബർ, എൻജിനീയറിംഗ്, സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ ആരുടെയാണ്? VE അബ്ദുൾ ഗഫൂറിൻ്റെ ആണ്. ഓക്കെ, VE അബ്ദുൾ ഗഫൂറിൻ്റെ ആണ്. ഫിഷറീസും ആരാണ്? VE അബ്ദുൾ ഗഫൂർ ആണ്. 40ാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ആൻസർ ഓപ്ഷൻ എ ഗോദാവരി. ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. 41 തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്?
അപ്പോൾ ഇതിൽ PSC ആൻസർ എന്ന് പറയുന്നത് 12 പക്ഷെ നമുക്ക് അറിയാം തീരപ്രദേശം എത്രയാണ് 10% ആണെന്ന്. ഓക്കെ, മലനാട് ഇടനാട് തീരപ്രദേശം ആ ഒരു കണക്കിൽ നോക്കുമ്പോൾ ഏതാണ് ആൻസറായിട്ട് വരുന്നത്? 10 ആൻസറായിട്ട് വരുന്നത്. സോ ആ ഒരു ചോദ്യം നമ്മൾ ഇന്നത്തെ പരീക്ഷയിൽ കൂട്ടുന്നതല്ല. അടുത്ത് നമുക്ക് നോക്കാം. 42ാമത്തെ ചോദ്യമാണ്. ചാണം ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം. ചാണം ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. ഓക്കെ, ചാണം ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യയാണ്. 43 മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ്? ഓപ്ഷൻ എ സ്വരാജ് ട്രോഫി. ഓക്കെ, സ്വരാജ് ട്രോഫിയാണ്. 44 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് കണ്ടെത്താൻ ചോദിച്ചിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 50 മാർച്ച് 15 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. പിന്നെ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? M വിശ്വേശ്വരയ്യ. ഓക്കെ, M വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. 45ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? 1 5ാം പഞ്ചവത്സര പദ്ധതി 74-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി 85-90 കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യം. 4ാം പഞ്ചവത്സര പദ്ധതി 4ാമത്തെ ചോദ്യം. 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി. ഇതിൽ ഉചിതമായതൊക്കെ ശരിയായത് ഏതെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2, 3 ശരി. 5ാം പഞ്ചവത്സര പദ്ധതി 74-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഓക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഇനി 7ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? 85-90 കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ്. ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവ്. ഇനി 10 2002-2007 കാലയളവാണ്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. ഓക്കെ, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക അതാണ്. ഇനി 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 കാലയളവിൽ തന്നെയാണ്. പക്ഷേ പ്രത്യേകത എന്താണ്? മാനവ വികസനത്തിനല്ല, സുസ്ഥിര വികസനമാണ്. ഓക്കെ, സുസ്ഥിര വികസനത്തിനാണ് ഊന്നൽ നൽകിയത്. 46 ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇസ്രായേലാണ്. ഓക്കെ, ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഇസ്രായേൽ. 47 പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ആൻസർ ഓപ്ഷൻ സി ഇംഗ്ലണ്ട്. ഓക്കെ, പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഇംഗ്ലണ്ട്. 48 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? വായിച്ചു നോക്കോട്ടോ.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് പോസ് ചെയ്ത് വെച്ചിട്ട് തന്നെ വായിച്ചു നോക്കുക, കാരണം ഇത് തിരിയാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, മാറിപ്പോവും. നല്ലപോലെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഉത്തരം മാർക്ക് ചെയ്താൽ മതി. ഞാനിവിടെ ഉത്തരം പറയാൻ പോവുകയാണ്. ഓപ്ഷൻ ഡി ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, അങ്ങനെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേര്, പിന്നെ 7 ഡീംഡ് അംഗങ്ങൾ. ഓക്കെ, ടോട്ടലായിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 മുഴുവൻ സമയ അംഗങ്ങൾ, അല്ല ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേര്, അല്ലാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 5 മുഴുവൻ സമയ അംഗങ്ങൾ, പിന്നെ 7 ഡീംഡ് അംഗങ്ങൾ. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ്? 1993 അല്ലേ? 1993 ഒക്ടോബർ 12. ഓക്കെ, ഒക്ടോബർ 12 നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 12 നിലവിൽ വന്നത്. അതുപോലെ തന്നെ അധ്യക്ഷനാരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഇപ്പോഴത്തെ നിലവിലെ കമ്മീഷണർ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ഓക്കെ, രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 49. ആരുടെ നോവലാണ് വല്ലി? ആരുടെ നോവലാണ് വല്ലി? ആൻസർ ഓപ്ഷൻ ഡി, ഷീല ടോമി. ഓക്കെ, ആരുടെ നോവലാണ് വല്ലി? ഷീല ടോമി. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 50. 68ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയ് ആരാണ്? അപ്പോൾ ഇതിൽ ഇതൊന്നും അല്ല എന്നാണ് ആൻസറായിട്ട് വരുന്നത്. നമുക്കത് ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി, 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2025 നോക്കാം. ആരാണ് വിജയ്? വിയ്യാപുരം ചുണ്ടനാണ്. ഓക്കെ, വിയ്യാപുരം ചുണ്ടനാണ് വിജയ് എന്ന് പറയുന്നത്. ആരാണ്? 71ാമത് നെഹ്റു ട്രോഫി 2025 വിജയ് വിയ്യാപുരം ചുണ്ടനാണ്. അതുപോലെ തന്നെ ഇത് തുടങ്ങിയത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനക്കരിയാണേ. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനക്കരിയാണ് വിയ്യാപുരം ചുണ്ടനെ തുടങ്ങിയത്. 51. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കർണാടക. ഓക്കെ, കർണാടകയാണ്. 52. ശരിയായത് കണ്ടെത്തുക. ജിമ്മി ജോർജ് വോളിബോൾ, പ്രീജ ശ്രീധരൻ നീന്തലാണ്, ബോബി അലോഷ്യസ് ഹൈജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ഇതിൽ ശരിയായത് ഏതൊക്കെയെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 1, 3, 4 ശരിയായിട്ടുള്ളത്. ജിമ്മി ജോർജ് വോളിബോൾ, ബോബി അലോഷ്യസ് ഹൈജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റാണ്. ഇനി പ്രീജ ശ്രീധരനാണെങ്കിൽ റണ്ണിങ് ആണ്, ഓട്ടമാണ്. പ്രീജ ശ്രീധരൻ റണ്ണിങ് ആണ്. 53. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? ആൻസർ ഓപ്ഷൻ ബി മാങ്ങ. ഓക്കെ, മാങ്ങയാണ്. 54. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യം ഉപഭോക്താവ് ആവാൻ കഴിയുന്ന ജീവിവർഗം. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യം ഉപഭോക്താവ് ആവാൻ കഴിയുന്ന ജീവിവർഗം. ഓപ്ഷൻ എ ആണ് മാംസഭുക്ക്. ഓക്കെ, മാംസഭുക്കാണ്. ഭക്ഷണത്തിലൂടെ അല്ലാതെ 55ാമത്തെ ചോദ്യമാണ്. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജീവകം ഡി. ജീവകം ഡി ആണ്. 56. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ചർവണകം. ഓക്കെ, ചർവണകമാണ് ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, എത്ര ചർവണകമുണ്ട്? ചർവണകമുണ്ട് 12 ആണല്ലേ. എന്നാൽ അഗ്രചർവണകമാണെങ്കിൽ 8 ആണ്. 8 അഗ്രചർവണകം. ചർവണകമാണെങ്കിൽ 12 പല്ലുകളുണ്ട്. അതുപോലെ തന്നെ കോമ്പല്ലാണ് 4, ഉളിപ്പല്ല് 8. അഗ്രചർവണകം, ഉളിപ്പല്ല് 8 ആണ്, ചർവണകം 12, കോമ്പല്ല് 4 ആണ്. 57ാമത്തെ ചോദ്യം. വംശനാശ ഭീഷണി നേരിട്ട
നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇരവികുളം. ഓക്കെ, ഇരവികുളമാണ് ആൻസറായിട്ട് വരുന്നത്. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഇരവികുളം. 58. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത്? ബി കോംപ്ലക്സിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ടോക്കോഫെറോൾ ആണ്. ഓക്കെ, ടോക്കോഫെറോൾ ആണ്, ടോക്കോഫെറോൾ. 59. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നതിന് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ആൻസർ ഓപ്ഷൻ ഡി, മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഓക്കെ, മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിനാണ്. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഓക്കെ, മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. 60ാമത്തെ ചോദ്യം. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, വെളുപ്പ്. 61. നിർമ്മാണവേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ്. നിർമ്മാണവേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ്. ആൻസർ ഓപ്ഷൻ എ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഓക്കെ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. 62. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, pH മൂല്യം 5 ഉള്ളതിനാണ് എന്ത് കുമ്മായം ചേർക്കേണ്ടത്. 63ാമത്തെ ചോദ്യമാണ്. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏതാണ്? 1. വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. 2. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്ക് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം തുല്യമായിരിക്കും. 3. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും. ശരിയായ പ്രസ്താവനയാണ്, സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2 മാത്രമാണ് ശരി. വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. 64. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത്? 1. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. 2. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. 3. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണെന്ത്? നേർരേഖ ചലനം. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവന എന്നാണ്. ഓപ്ഷൻ ബി 1, 2 ശരിയാണ്. ഓക്കെ, ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. 65. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി. ജെഫ് ബെസോസിനൊപ്പം ബഹിരാകാശ യാത്രയിൽ പങ്കെടുത്ത പ്രായം കൂടിയ വ്യക്തി. ആൻസർ ഓപ്ഷൻ സി ആണ്, വാലി ഫങ്ക്. ഓക്കെ, വാലി ഫങ്ക് ആണ്. 66. ഗാനിമീഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ യാത്രികർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഗാനിമീഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി.
ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വ്യാഴം. ഓക്കെ, വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് ഇത് ഗാനിമീഡ്. 67. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതു തരം കൊതുക്? ഡെങ്കിപ്പനി പരത്തുന്നത് ഏതു തരം കൊതുക്? ആൻസർ ഓപ്ഷൻ എ പെൺ ഏഡീസ്. പെൺ ഏഡീസ് ആണ്. 68. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. DPT വാക്സിൻ, AB രക്തഗ്രൂപ്പ്, സാർവത്രിക ദാതാവ്, ഡോട്ട്സ് ക്ഷയം, അഡ്രിനാലിൻ ഹോർമോൺ. ആൻസർ ഓപ്ഷൻ സി ആണ് AB രക്തഗ്രൂപ്പ്, സാർവത്രിക ദാതാവ്. 69. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? മുറിവിൽ നിന്ന് അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വൈറ്റമിൻ കെ. ഓക്കെ, വൈറ്റമിൻ കെ. മുറിവിൽ നിന്ന് അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ കെ. 70. NaCO ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? NaCO ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ആൻസർ ഓപ്ഷൻ ബി എയ്ഡ്സ് ആണ്. ഓക്കെ, NaCO ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? എയ്ഡ്സ്. 71. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏതാണ്? ജലജന്യ രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കോളറ. ഓക്കെ, ജലജന്യ രോഗം ഏതാണ്? കോളറ. 72. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കോർണിയ. ഓക്കെ, കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? കോർണിയ. 73. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതെല്ലാം. മുഖക്കുരു, വർദ്ധിച്ച ആക്രമണാത്മകത, മാനസിക ചാഞ്ചാട്ടം. 74. അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അർബുദം. 75. ചോദ്യം. വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? വിളർച്ച ഓർ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇരുമ്പാണ്. വിളർച്ച ഓർ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇരുമ്പ്. 76. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2008. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? 2008. ഓക്കെ, 2008. 77. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ എയുടെ കുറവ്. ഓക്കെ, വൈറ്റമിൻ എയുടെ കുറവാണ്. 78. കേരള ഗവൺമെൻറ് ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത്? കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് മെഡിക്കൽ കോളേജ്. ഓക്കെ, മെഡിക്കൽ കോളേജാണ് ഉത്തരവായിട്ട് വരുന്നത്. 79. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി കേരളം. ഇന്നത്തെ ലാസ്റ്റത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്ര? താഴെ കൊടുത്തിരിക്കുന്നതിൽ
പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്ര? ആൻസർ ഓപ്ഷൻ ഡി 18.5 മുതൽ 24.9 വരെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത്, അത് എത്ര കുറവ് മാർക്കായാലും കൂടിയ മാർക്കായാലും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ടേക്കുക. പിന്നെ ഇന്നത്തെ കട്ട് ഓഫ് മാർക്ക് നമ്മൾ പറഞ്ഞില്ല, ഓൾറെഡി തംബ്നെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് കട്ട് ഓഫ് മാർക്ക്. ഇന്ന് നമുക്കൊരു 59 മാർക്ക് കട്ട് ഓഫ് ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ആ മാർക്ക് തന്നെ അതിൽ കൂടുതലുള്ളവർ തന്നെ കമൻ്റ് ഇടണം, അങ്ങനെ ഒന്നുമില്ല. അതിൽ കുറവാണെങ്കിലും എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് കമൻ്റ് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടോ, ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് വേണോ എന്നെല്ലാം ഒന്ന് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കമൻറ്റ് ബോക്സ് മാത്രമാണ്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ തന്നെ പറയുക. അതിപ്പം നെഗറ്റീവായാലും പോസിറ്റീവായാലും പറയാനുള്ളത് പറയണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. നാളെ എന്തായാലും ഉറപ്പായിട്ട് ഒരു വീഡിയോ കാണും. ടാറ്റാ.